തിരുവനന്തപുരത്ത് വീണ്ടും കൊലപാതകം. പൂന്തുറയിൽ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളെ തല്ലിക്കൊന്നു. ഭീമാപള്ളി സ്വദേശി ഷിബിലിയാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു. ഗോകുൽനാഥ്, ഗുഡ് മോർണിംഗ്. ഈ കുറച്ച് നാളുകളായി തിരുവനന്തപുരം നഗരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതിനു മുൻപ് ഈ ഗുണ്ടാ വിളയാട്ടം തുടച്ചു നീക്കാനായി പ്രത്യേക ഓപ്പറേഷനൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊന്നും ഫലം കാണുന്നില്ല എന്ന് വേണോ കരുതാൻ? ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത്? ആരിലെങ്കിലും ഈ അന്വേഷണം എത്തിയോ? പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ തിരുവനന്തപുരം ഭീമാപള്ളിയിലാണ് ഇന്ന് 12 മണിയോടെ, അതായത് അർദ്ധരാത്രി 12 മണി 1 മണി സമയത്തോടു കൂടി ഇത്തരത്തിൽ കൊലപാതകം നടന്നത്. ഭീമാപള്ളി സ്വദേശിയായിട്ടുള്ള ഷിബിലിയാണ്, 32 വയസ്സുള്ള ഷിബിലി. പല റൌഡി ലിസ്റ്റിലൊക്കെ പെട്ട ആളാണ്. അതായത് ലഹരിക്കടത്ത്, ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസുകളിലൊക്കെ തന്നെ പലപ്പോഴായി പോലീസ് അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലൊക്കെ അടച്ചിട്ടുള്ള പ്രതി കൂടെയാണ് ഷിബിലി. അപ്പം ഷിബിലിയാണ് ഇന്നലെ സഹോദരങ്ങളായ രണ്ടംഗ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇവരുടെ ഭാഗത്തു നിന്ന് കത്തി അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യം എന്തായാലും കത്തി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇവർ മറിച്ച് ഷിബിലിയെ ശാരീരികമായി ആക്രമിക്കുകയായിരുന്നു. ചവിട്ടിയോ അല്ലെങ്കിൽ കൈകൊണ്ട് ഇടിച്ചോ ആണ് കൊന്നതെന്നാണ് നിഗമനം. ഇനാദ് എന്നിവർ ചേർന്നാണ് ഷിബിലിയെ തല്ലിയതെന്നാണ് പോലീസിന്റെ നിഗമനത്തിലുള്ളത്. എന്തായാലും പോലീസ് 2 പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്നലെ രാത്രി സമയത്തോടെ ഭീമാപള്ളിയിൽ ഈ പ്രതികൾ കൊല്ലപ്പെട്ട ഷിബിലിയുമായി വാക്കുതർക്കം ഉണ്ടാകുകയും ആ വാക്കുതർക്കത്തെ തുടർന്ന് ഷിബിലിയെ ആക്രമിക്കാൻ പദ്ധതിയിടുകയുമായിരുന്നു എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്തായാലും പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പൂന്തുറ പോലീസ്. ശരി ഗോകുൽ.